ചില സിനിമകളിൽ ചെറിയ വേഷവും MLA സ്ഥാനവും പൊതുമരാമത്ത് മന്ത്രിയുടെ സ്ഥാനവുമൊക്കെ അലങ്കരിച്ച അന്നത്തെ മന്ത്രിസഭയിലെ വളരെ സുമുഖനായ മന്ത്രിയായിരുന്നു ശ്രീ MK മുനീർ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. വളരെ സങ്കടം തോന്നി, പ്രയാസം തോന്നി എന്ന് തന്നെയാണ് പറയാൻ. കാരണം അത്രയും സുന്ദരനായ സുമുഖനായിരുന്ന അദ്ദേഹം ഇപ്പോൾ എന്തോ ചെറിയ ശാരീരിക അസ്വസ്ഥത അദ്ദേഹത്തെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്, അലട്ടുന്നുണ്ട് എന്ന് കാണാൻ സാധിച്ചു. അതിനൊപ്പമാണ് അദ്ദേഹം കടക്കണിയിലാണ്, അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയിലാണ് എന്നൊക്കെ അറിയാൻ പറ്റിയത്. ഏതാണ്ട് 48 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് കടമുണ്ടെന്നാണ് അറിയുന്നത്. എനിക്ക് വളരെ അതിശയം തോന്നി. ഒരു മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം, അദ്ദേഹത്തിൻ്റെ കടങ്ങൾ തീർക്കാൻ പോലും തികഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ആശ്ചര്യമാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെ സമ്പാദിച്ചോ എന്തോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതങ്ങനെ സമ്പാദിക്കണം എന്നുള്ളൊരു അഭിപ്രായവും അല്ല ഞാൻ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് പല വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിലവിലെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടക്കണിയും കടബാധ്യതകളും ആരോഗ്യവും ഒക്കെ ചേർന്ന്, പണ്ടാരോ പറഞ്ഞതുപോലെ ഈ കഷ്ടകാലം വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വരും എന്ന് പറഞ്ഞതുപോലെയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം ഈ വാർത്ത പുറത്തുവിടുന്നതും അദ്ദേഹത്തിന് കടം തീർക്കാനൊരു നിവൃത്തിയില്ല എന്നും ഉള്ളതെല്ലാം വിറ്റുപറക്കി എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ഈ കടം എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടണമെന്നുള്ളൊരു കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിനൊരു വഴി കാണണം, വഴി ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം പ്രവർത്തിച്ച സംഘടനയെ അദ്ദേഹം തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നത് കാണാൻ പറ്റും. സംഘടനയ്ക്ക് അത് അദ്ദേഹത്തിനുണ്ടായ കടത്തിന് യാതൊരുവിധ ബാധ്യതയും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സംഘടനയിലൊക്കെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തായാലും സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരും. അതും അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു കടത്തിന് കാരണമാകും. പൊതുപ്രവർത്തകനായിട്ടൊക്കെ നിൽക്കുമ്പോൾ പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും സഹായങ്ങൾ ചോദിക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സാമൂഹിക പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൊടുക്കാത്തവരുണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ളവരെയാണ് ഞാൻ അധികവും കണ്ടിട്ടുള്ളത് എന്നതുള്ളതാണ് സാരം. അപ്പോൾ അങ്ങനെയുള്ള കടമുണ്ടെങ്കിലും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയാതെ പ്രസ്ഥാനത്തിന് ഇതിന് ഉത്തരവാദിയല്ല, ഞാനാണ് ഈ കടങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്ന് സ്വയം ഏറ്റുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ സംഘടന, അതായത് മുസ്ലിം ലീഗ്, 40 ലക്ഷം രൂപയുടെ കടബാധ്യത തീർത്തു എന്ന് പറയുന്നത് സാധിച്ചു. ആ കടബാധ്യത തീരുന്ന സമയം വരെ സമൂഹത്തിൽ ഇത്രയും അധികം ഉന്നതിയിൽ നിന്ന സുമുഖനായ അദ്ദേഹം, ഒരു കാലത്ത് സുമുഖനായിരുന്ന അദ്ദേഹം ഈ കടം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് എന്തുമാത്രം മാനസികമായിട്ടുള്ള വ്യഥ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള കടത്തിൻ്റെ എന്താണ് 1000-ൽ 1 പോലും കടമില്ലാതിരുന്നിട്ടും എനിക്കുള്ള കടത്തിന് കടക്കാർ ആ പൈസ തിരികെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് തിരികെ കൊടുക്കാൻ പറ്റാതായിട്ടുള്ളപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസം, ബുദ്ധിമുട്ട്, നാണക്കേട്, അതിൻ്റെ എത്രയെങ്കിലും അധികമായിരിക്കും അദ്ദേഹം അനുഭവിച്ചിട്ട്. എന്നാലും അദ്ദേഹം അതെല്ലാം സഹിച്ച് നിന്നു. അദ്ദേഹത്തിന് ഒരു സന്തോഷം നൽകുന്ന തരത്തിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ പ്രസ്ഥാനം അതെപ്പോഴും ബഹുമാനം അർഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ബഹുമാനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വാർത്ത അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടി എന്ന് പറയുന്നൊരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം കുളിർമയുണ്ടായിട്ടെന്ന് തന്നെ പറയണം. ഒരാൾ പ്രയാസപ്പെട്ട് നടക്കുമ്പോൾ നമുക്ക് അയാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സന്തോഷം കണ്ട് നമുക്ക് മനസ്സിന് ആശ്വാസം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാനും കരുതുന്നു. സന്തോഷം. താങ്ക് യു.